മമ്മൂക്കയുടെ സമ്മതമില്ലാതെ ഈ സിനിമ സംഭവിക്കില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ സിനിമ ഒരിക്കലും മമ്മൂക്കയുടെ സമ്മതമില്ലാതെ ഈ സിനിമ സംഭവിക്കില്ല. മമ്മൂക്കയുടെ ജീവിതത്തിൽ റിയൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണ്. അതിൻ്റെ ഒരു പോയിന്റിൽ വരുന്ന ലാസ്റ്റ് ഭാഗത്ത് ഒരു പോയിന്റിൽ വരുന്ന സംഭവം. മമ്മൂക്കയുടെ സമ്മതമില്ലാതെ ഈ സിനിമ ഇതുപോലെ ചെയ്യാൻ പറ്റിയേക്കും, പക്ഷേ ഇതുപോലെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അടിപൊളിയാണ്, നല്ല ഭയങ്കര ഫീലുണ്ട് സിനിമ തിയേറ്ററിൽ കാണാൻ. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഇമോഷൻസ് ഒക്കെ കൃത്യമായിട്ട് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഒരുപാട് പേര് കണ്ണു നിറഞ്ഞിറങ്ങി വരുന്ന എന്തായാലും പ്രീസ്റ്റ് കഴിഞ്ഞിട്ട് ജോഫിൻ ചെയ്തൊരു പടം, അത് ഭയങ്കര രസമായിട്ട് തന്നെ ജോഫിൻ അത് മേക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് അവനൊന്ന് കാണണം. എന്ത് തോന്നി നിങ്ങൾക്ക്? നിങ്ങൾ പറയൂ. ഒരു രക്ഷയില്ല, എന്താ പറയാ, ഞാൻ വെറുതെ പറയല്ല. എന്താ ടോപ്പ് 5 1 ഉണ്ടടാ. പിന്നെ കൈയടിക്കാണ്ട് എന്തായാലും തിയേറ്ററിൽ കണ്ട് ഞങ്ങൾക്ക് കിട്ടിയത് അതേ ഫീൽ തന്നെയാണ്. ബാക്കി ഇനി റെസ്പോൺസസ് ഒക്കെ വരട്ടെ അല്ലേ? സിനിമയ്ക്കകത്തുള്ള മറ്റൊരു സസ്പെൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സിനിമയ്ക്കകത്തൊരു മറ്റൊരു കഥ അല്ലേ, അത് സത്യം പറഞ്ഞാൽ നടന്ന സംഭവമാണോ എന്ന് പോലും അതെ, അത് തന്നെയായിരുന്നു നമ്മളും ആഗ്രഹിച്ചത്. ഇത് കണ്ടിറങ്ങുമ്പോൾ ആളുകൾക്ക് ഇത് നടന്ന സംഭവമാണോ എന്ന് തോന്നണം. അപ്പോൾ അത് നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അത് വളരെ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആയിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഇപ്പോൾ അങ്ങനെ ഒരു സംശയം, ആ സിനിമ ഒന്നും കൂടി എടുത്ത് കാണണം എന്നൊക്കെ ഇപ്പോൾ പറയുന്നു. അത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. മമ്മൂക്കയുടെ സമ്മതമില്ലാതെ ഈ സിനിമ സംഭവിക്കില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതെ, നമ്മൾ കണ്ട സ്ക്രീനിൽ കണ്ട തിയേറ്ററിലുള്ള റെസ്പോൺസ് ഭയങ്കര ജെന്യുവിൻ ആയിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഫീൽ ചെയ്ത് തന്നെയാണ് ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്നും കിട്ടിയത്. ട്രിബ്യൂട്ട് പോലൊരു സിനിമ എന്തായിരുന്നു തിയേറ്റർ എക്സ്പീരിയൻസ്? എനിക്ക് ജഡ്ജ്മെൻറ്റ് കിട്ടില്ല. ഞാൻ കുറേ ആയിട്ട് ഇതിൻ്റെ ബാക്കിൽ കുറേ വർഷങ്ങളായിട്ട് ഇതിൻ്റെ ബാക്കിലാണ്. അപ്പോൾ എനിക്കങ്ങനെ ജഡ്ജ്മെൻറ്റ് കിട്ടില്ല. നിങ്ങളാണ് പറയേണ്ടത്. ആദ്യത്തെ സിനിമയായിട്ട് വിചാരിച്ച സിനിമയുടെ ഫ്രണ്ട്ലി ഇപ്പോൾ പൂവണിഞ്ഞിരിക്കും. പേഴ്സണൽ ഫീൽ സന്തോഷം. എല്ലാവരും പേഴ്സണൽ റെസ്പോൺസ് എന്തെങ്കിലും വന്നു? ഇല്ല, ഞാൻ ജസ്റ്റ് ഇപ്പോൾ നിങ്ങളുടെ ഒപ്പം തന്നെ തിയേറ്ററിൽ, ഇപ്പോൾ എനിക്കൊന്ന് കേരളത്തിലെ ആദ്യത്തെ ഷോ ഇവിടെയൊക്കെ തന്നെ ആയിരിക്കും കഴിഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ എനിക്ക് അങ്ങനെ റിസൾട്ട് വന്നത് തുടങ്ങിയിട്ടില്ല, മെസ്സേജ് വന്ന് തുടങ്ങിയിട്ടില്ല. ആസിഫിയുടെ ഒരു വിന്നിംഗ് സ്ട്രീക്ക് കണ്ടിന്യൂ ചെയ്യാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 2025. അതിൻ്റെ പേഴ്സണൽ ഹാപ്പിനെസ് എന്താണ്? അല്ല, അതൊക്കെ നിങ്ങളാണ് പറയേണ്ടത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ജസ്റ്റ് കഴിഞ്ഞിങ്ങനെ ഇറങ്ങി വരുന്ന വഴിയാണ്. എനിക്കിനി ഒന്നും ഞാൻ ഫോൺ അധികം എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങളാണ് അതിൽ പറയേണ്ടത്. മമ്മൂട്ടിയുടെ സമ്മതമില്ലാതെ ഈ പടം നടക്കില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പടം കഴിഞ്ഞതിന് ശേഷമുള്ള റെസ്പോൺസിൽ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞില്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങി വന്നതാണ്. ഇതാക്കണം. ഈ സിനിമ ഒരിക്കലും മമ്മൂക്കയുടെ സമ്മതമില്ലാതെ ഈ സിനിമ സംഭവിക്കില്ല. ഞാൻ ഈ സ്ക്രിപ്റ്റ് ആദ്യം ഇതിൻ്റെ കഥ പോയിട്ട് മമ്മൂക്കയോട് പറഞ്ഞ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞതിന് ശേഷം മമ്മൂക്ക സമ്മതിന് ശേഷമാണ് ഈ സിനിമ സംഭവിച്ചത്. എന്താണ് ഇങ്ങനെ ത്രെഡ് പറഞ്ഞപ്പോൾ ആദ്യം മമ്മൂക്ക പറഞ്ഞത്? ഇതിലെ ഒരു ക്ലൈമാക്സിൻ്റെ, ഞാൻ അതിൻ്റെ കഥ പറഞ്ഞ് ഭയങ്കര സ്പോയിലറാവും. ഞാൻ ഉദ്ദേശിച്ച ഒരു സാധനമല്ല ശരിക്കും ഇതിലെ ഒരു ലാസ്റ്റ് പോർഷൻ വന്നിരിക്കുന്നത്. അത് റിയൽ ഇൻസിഡൻ്റാണ്. അത് മമ്മൂക്ക പറഞ്ഞു തന്നാണ്. അതെ, മമ്മൂക്ക സജസ്റ്റ് ചെയ്ത സംഭവമാണ്. അത് മമ്മൂക്കയുടെ ജീവിതത്തിൽ റിയൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണ്. അതിൻ്റെ ഒരു പോയിന്റിൽ വരുന്ന ലാസ്റ്റ് ഭാഗത്ത് ഒരു പോയിന്റിൽ വരുന്ന സംഭവം. അല്ല, അത് കണ്ടിട്ട് പ്രേക്ഷകർ പറയട്ടെ. എനിക്കറിയില്ല എന്താണ് റെസ്പോൺസ് വരുന്നത്, എനിക്കറിയില്ല. അതിപ്പോൾ ആൾക്കാർ കണ്ടിട്ട് സന്തോഷമുണ്ട്, അത്ര തന്നെ. നേരത്തെ പറഞ്ഞു തന്നെ സിനിമ എല്ലാവരും കാണാം. ഓക്കെ, ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് പ്രിവ്യൂ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ടീമിൻ്റെ കൂടെ എല്ലാവരുടെയും കൂട്ടിരുന്ന് കാണുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എന്താ പറയേണ്ടതെന്ന് തരുന്നില്ല. ഭയങ്കര റെസ്പോൺസ് ഞാനിപ്പോൾ കണ്ടിട്ടല്ലേ ഇറങ്ങിയതല്ലേ ഉള്ളൂ. നിങ്ങളെ റെസ്പോൺസിറ്റ് പറയേണ്ടത് അങ്ങോട്ട്. ദെൻ കൺഗ്രാറ്റുലേഷൻസ്. രേഖചിത്രം നൈസായിട്ട് വന്നിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരുടെ ഒറ്റ അപേക്ഷയുണ്ട്, പ്ലീസ് തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണണേ. പ്ലീസ് ഡോ നോട്ട് പ്രൊമോട്ട് പ്രൈവസി. ഓൾറെഡി സ്റ്റോറി അറിയായിരുന്നു, പക്ഷേ എന്നാലും പടം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നമുക്ക് പ്രതീക്ഷയില്ല പരിപാടി ഇങ്ങനെയാണെന്നുള്ളത്. മൊത്തത്തിൽ ആസിഫിയുടെ പെർഫോമൻസ് പരിപാടിയൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ സിനിമയിൽ ഭാഗമാകാൻ പറ്റി ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. നല്ല സിനിമ, വളരെ നല്ല രസമായിട്ടുണ്ട്. ഈ ഭയങ്കര വ്യത്യസ്തമായ സിനിമ എന്ന് നമ്മളെപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ. അങ്ങനത്തെ ഒരു വ്യത്യസ്തമായ സിനിമയാണ്. വളരെ നല്ല പശ്ചാത്തലമാണ്. എല്ലാം അഭിനയം, പിന്നെ വളരെ ഇമോഷണലായിട്ടാണ് ആൾക്കാർ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നത്, ഓഡിയൻസ്. പിന്നെ ആസിഫിൻ്റെ പെർഫോമൻസ് ആയാലും അനശ്വര, എല്ലാവരും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മമ്മൂക്കയുടെ സമ്മതമില്ലാതെ ഈ സിനിമ ഇതുപോലെ ചെയ്യാൻ പറ്റിയേക്കും, പക്ഷേ ഇതുപോലെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്ട്രെസ്സായിട്ടുണ്ട്. മമ്മൂക്കയുടെ പങ്കാളിത്തവും മമ്മൂക്ക ഈ സിനിമയുടെ ഒപ്പം നിന്നിരിക്കുന്നതൊക്കെ വളരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്.
അസലായിട്ട് സന്തോഷമുണ്ട്. ആസിഫിൻ്റെ ഒരു കൂട്ടുകാരൻ എന്നുള്ള രീതിയിൽ ഏറ്റവും അടുത്ത് നിന്ന് കാണുമ്പോൾ ഓരോ സിനിമയും മുന്നോട്ട് ഗ്രാഫ് ഉയർന്നു എന്ന് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ആസ് എ പെർഫോമർ, ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലൊക്കെ ആസിഫ് ഒരുപാട് മുകളിലേക്കാണ് വരുന്നത്.